ലാസ്റ്റ് ക്ലാസ്സിൽ സെമി കണ്ടക്ടേഴ്സിന്റെ കുറച്ച് ടോപ്പിക് ഡിസ്കസ് ചെയ്തു. ഇന്നും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെ പോകാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് വരെയാണ് നോക്കിയത്. അപ്പം ഇന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഫോം ഓഫ് സെമി കണ്ടക്ടർ ഈസ് കോൾഡ്. അപ്പം ഇതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ക്രിസ്റ്റൽ, കോമ്പൗണ്ട്, എക്സ്ട്രിൻസിക്, നോർമൽ. അപ്പൊ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഡോപ്ഡ് ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി ടു എ സെമി കണ്ടക്ടർ, അതിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡോപ്പ് ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ആൻസർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. അപ്പോ ഇൻഡോർ സെമി കണ്ടക്ടറിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് സെമി കണ്ടക്ടറിൽ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു, ആ പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിയെ നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ ദ പ്രോസസ് ഓഫ് ഡോപ്പിംഗ് വി ക്യാൻ എൻഹാൻസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി സെമി കണ്ടക്ടേഴ്സ്. അപ്പോ നമ്മള് എന്താണ് പല തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോ യു ക്യാൻ ആഡ് ഫോസ്ഫറസ് അല്ലെങ്കിൽ ബോറോൺ, അങ്ങനത്തെ എന്താണ് ഡോപ്പിംഗ് ആറ്റംസ് ഉണ്ട്. അപ്പം അത് ആഡ് ചെയ്ത് നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഇംപ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ ഇനി നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, എന്തൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഗ്രൂപ്പ് 5 എലിമെന്റ്സിനെയാണ് എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സെമി കണ്ടക്ടറിലോട്ട് ഗ്രൂപ്പ് 5 എലിമെന്റ്സിനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് 5 എലിമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോസ്ഫറസ് അല്ലെങ്കിൽ അർസനിക് പോലത്തെ എലിമെന്റ്സ് ആണ് നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിലോട്ട് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഗ്രൂപ്പ് 5 എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ എലിമെന്റ്സിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കാരണം ഇതിനെ ഡോണേഴ്സ് എന്നാണ് പറയുന്നത്. ഈ എലിമെന്റ്സിനെ ഡോണേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു എന്താണ് ഗ്രൂപ്പ് 5 എലിമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ എലിമെന്റ്സ് ഒരു ഫ്രീ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. സോ ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എക്സസ് ആയിട്ട് നമുക്ക് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് സെമി കണ്ടക്ടറിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നമുക്ക് പറയാം. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പോ ഈ ഡോപ്പന്റിൽ നിന്ന് വരുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും it will be independent of temperature. Okay, and it will be depending upon the type of element. നമ്മൾ എന്ത് എലിമെന്റ് ആണ് ഇംപ്യൂരിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇത് എൻ ടൈപ്പ് ആണ്. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് 3 എലിമെന്റ്സിനെയാണ്. അപ്പൊ ഗ്രൂപ്പ് 3 എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ അവിടെ മിസ് ചെയ്യും. ഗ്രൂപ്പ് 3 എലിമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, 3 എലിമെന്റ്സ് മാത്രമേ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പം ഒരെണ്ണം ഫ്രീ ആയിരിക്കും. സോ അവിടെ ഒരു ഹോൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ആൻഡ് ഇത് ഗ്രൂപ്പ് 3 എലിമെന്റ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് ചെയ്യുന്ന സെമി കണ്ടക്ടറിനെ നമുക്ക് റിസൾട്ടന്റ് സെമി കണ്ടക്ടറിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി
അതിനനുസരിച്ച് നമുക്ക് ഇമ്പ്യൂരിറ്റിയെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നും പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നും പറയും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് പറയുന്ന പേര് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ദേ ആർ ഓൾസോ നോൺ ആസ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്. ബിക്കോസ് എന്ത് ചെയ്യുന്നു, ഈ ഇമ്പ്യൂരിറ്റീസ് കോവാലന്റ് ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്യുക. ബോറോൺ, ഗാലിയം, ഇൻഡിയം, അലുമിനിയം ഇതൊക്കെയാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എലിമെന്റ്സ്. ഇപ്പൊ നമ്മൾ സെമി കണ്ടക്ടറിലോട്ട് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 3 വാലൻസ് ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. കാരണം സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഓൾറെഡി 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 3 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഒരെണ്ണം മാത്രം ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു വേക്കന്റ് ഹോൾ ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഹോളാണ് പോസിറ്റീവ് ചാർജ് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതില് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. സോ ഈ 5 വാലൻസ് ഇലക്ട്രോൺസിലും 4 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഒരു എക്സസ് ഇലക്ട്രോൺ അവിടെ ബാക്കി വരുന്നു. ഈ 5th ഇലക്ട്രോൺ ഫ്രീ ആണ്. അപ്പൊ ആ ഇലക്ട്രോൺ ആണ് ചാർജ് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇത് വഴി ഉണ്ടാവുന്ന സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഈ പ്രോസസ് വഴി ഉണ്ടാവുന്നതിനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾസ് ഓഫ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഫോസ്ഫറസ്, ബിസ്മത്ത്, ആർസെനിക്, ആന്റിമണി, നൈട്രജൻ ഈ എലിമെന്റ്സ് ഒക്കെയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, സിലിക്കോൺ ഡയോഡ്സ് ആർ പ്രിഫേർഡ് ഓവർ ജർമാനിയം ഡയോഡ്സ് ബിക്കോസ് resistivity is lesser, barrier potential is higher, barrier potential is lower, lesser temperature sensitive. ഏതായിരിക്കും ആൻസർ? എന്തുകൊണ്ട് സിലിക്കോൺ ഡയോഡ്സ് നമ്മൾ ജർമാനിയത്തിനെക്കാളും പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തായിരിക്കും റീസൺ? they are lesser temperature sensitive. മെയിൻ റീസൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ജർമാനിയത്തിനെക്കാളും ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതൊന്ന്. പിന്നെ ദേ ആർ ലെസ് സെൻസിറ്റീവ് ദാൻ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ച് ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ സ്റ്റേബിൾ ആയിരിക്കും. അപ്പം ടെമ്പറേച്ചർ ചേഞ്ച് യാതൊരു രീതിയിലും അത് അത്രയ്ക്ക് ഇഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദേ ആർ ലെസ്സർ ടെമ്പറേച്ചർ സെൻസിറ്റീവ്. നെക്സ്റ്റ്, ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ മെജോറിറ്റി കാരിയേഴ്സ് ഏതാണ്? പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതായിരിക്കും? ഹോൾസ്. യെസ്, ഹോൾസ് ആണ്. ഇനി നെയിം ദ എലമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഇംപ്യൂരിറ്റി ടു പ്രൊഡ്യൂസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി ഏതാ? ആർസെനിക്. അതെ, ആർസെനിക് ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി. അപ്പൊ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ആർസെനിക്കിന് 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ എക്സ്ട്രാ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ടിരിക്കുന്നു. സോ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദി കണ്ടക്ഷൻ. അപ്പൊ അത് കാരണം ആർസെനിക് ആണ് ആൻസർ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർസെനിക് ആണ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം ബാൻഡ് ഗ്യാപ്പ് എനർജി? മാക്സിമം എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ, ബാൻഡ് ഗ്യാപ്പ് എനർജി ഉള്ളത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ടിൻ, സിലിക്കോൺ, ജർമാനിയം, കാർബണിൻ, ഡയമണ്ട്സ്. കാർബണിൻ ഡയമണ്ട് ഫോം ആണ് ആൻസർ. കാരണം ടിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടിൻ അത് ഓൾമോസ്റ്റ് ഒരു കണ്ടക്ടർ പോലെ തന്നെയാണ്. ടിൻ ഒരു മെറ്റൽ ആണ്, ഓൾമോസ്റ്റ് ഒരു കണ്ടക്ടർ പോലെയാണ്. അപ്പോൾ എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ടിന്നിന്റെ എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് 0 ബാൻഡ് ഗ്യാപ്പ് എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ സിലിക്കോൺ എടുക്കുവാണെങ്കിലോ, സിലിക്കോൺ ഒരു സെമി കണ്ടക്ടർ ആണ്. സിലിക്കോണിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജർമാനിയം എടുക്കുവാണെങ്കിൽ ജർമാനിയവും സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. ബാൻഡ് ഗ്യാപ്പ് 0.66 അല്ലെങ്കിൽ 0.67 ഇലക്ട്രോൺ വോൾട്ട്. ഇനി കാർബണിൻ ഡയമണ്ട് ഫോം എടുക്കുവാണെങ്കിൽ ഡയമണ്ട് ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ ഇൻസുലേറ്റേഴ്സിന് ബാൻഡ് ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഇപ്പൊ 5.5 അപ്രോക്സിമേറ്റ്ലി 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് അതിന്റെ ബാൻഡ് ഗ്യാപ്പ്. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് വൈഡ് ആയിരിക്കും. സോ ലാർജസ്റ്റ് ബാൻഡ് ഗ്യാപ്പ് തന്നിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും ലാർജസ്റ്റ് ബാൻഡ് ഗ്യാപ്പ് ഉള്ളത് കാർബണിൻ ഡയമണ്ട്. നെക്സ്റ്റ്, serious drawback of semiconductors. They are costly, they pollute the environment, they do not last for a long time, they can't withstand high voltage. എന്തായിരിക്കും?
ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദേ കാൺ വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജ് ബിക്കോസ് വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എഫക്ട് ആവും. സോ എന്താണ് കണ്ടക്ടിവിറ്റി ഈസ് എഫക്റ്റഡ് ബൈ വേരിയിങ് വോൾട്ടേജ്. ആൻഡ് റെസിസ്റ്റിവിറ്റി നമുക്കറിയാം, കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റിവിറ്റി വരുന്നത്. റെസിസ്റ്റിവിറ്റി വിൽ ഡിക്രീസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. നെക്സ്റ്റ്, in intrinsic semiconductors number of free electrons is number of free electrons holes എങ്ങനെയായിരിക്കും? Yes, equal to number of holes. By intrinsic semiconductors number of free electrons will be equal to the number of holes. കാരണം വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യുന്ന ഓരോ ഇലക്ട്രോണിനും ഒരു വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും. സോ ഈ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ അൺഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് അഥവാ ഐ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും പറയും. നെക്സ്റ്റ്, ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമ്പർ ഓഫ് ഹോൾസ് ഈസ് നമ്പർ ഓഫ് ഹോൾസും ഇലക്ട്രോൺ yes, number of holes is less than number of electrons. അപ്പൊ number of electrons ആണ് കൂടുതൽ, കാരണം electrons ആണ് majority charge carriers. അടുത്തത്, when n-type semiconductor is heated, number of electrons increases and holes decreases. Number of holes increases, electron decreases. Electrons and holes remain same. Both increases equally. Heat ചെയ്യുമ്പോഴത്തേക്കും n-type semiconductor. ബി ആണ്. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടും ഈക്വലി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ഈക്വൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ തെർമൽ എനർജി കാരണം കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും നമ്പർ ഈക്വൽ ആയിട്ടായിരിക്കും ഇൻക്രീസ് ആവുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.